നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ട് പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലി വാട്സാപ്പിൽ. എന്ത് സംഭവിച്ചത്, എന്താണ് അങ്ങനെ സംഭവിക്കാൻ റീസൺ ചോദിച്ചിട്ട്. എന്തായാലും അന്വേഷിച്ചതിൽ സന്തോഷം. പിന്നെ ഇതെന്താ പറയുക വെച്ച് കഴിഞ്ഞാലേ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ മാർക്കറ്റിൽ ഈ പിള്ളേരെ മുഴുവൻ പഠിപ്പിക്കാൻ വന്ന നമ്മളെ ആശാന്റെ അവസ്ഥ എന്താ അല്ലേ? അവർ പതൊക്കെ അവസാനിപ്പിച്ചു മറ്റ് പല പരിപാടികളാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, വേറെന്തോ പരിപാടികളൊക്കെ ആയിട്ട്, അറിയില്ല എന്താന്നുള്ളത്. പിന്നെ ഉള്ളത് ഷിജുമോനാണ്. ഷിജുമോൻ ടെലിഗ്രാം ചാനൽ ഞാൻ ഫോളോ ചെയ്യണതാണ്. പുള്ളിക്കാരൻ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ അപ്ഡേറ്റ്സ് ഇല്ല. അത് നമുക്ക് വലിയ അബദ്ധമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഫോളോ ചെയ്തിട്ട് ട്രേഡ് എടുത്തിരുന്നാണ് മൂപ്പരെ. മൂപ്പരെ നിർത്തിയപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റണ്ടായി. കാരണം എക്സ്പേർട്സ് അല്ലേ, എക്സ്പേർട്സ് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആള് നിർത്തിയപ്പോൾ ഞാൻ പെട്ടു. ആളിപ്പോൾ ഫോറക്സ് മാർക്കറ്റ് ചെയ്യാൻ പോണു. എന്താണ് ദുബായിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യേ, NRI സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് കണ്ടിരുന്നു. ആരുണ്ടോ? അപ്പോൾ അത് നമുക്കൊരു പാരയായി. പിന്നൊരു ഹരിപ്രസാദ് ഭയങ്കര പഠിപ്പിക്കലായിരുന്നു. കുറച്ച് നാളുകൾ മറ്റേ ഇതിൽ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിരുന്നു. ഏതിലാണ്? സിറോദയിൽ. അതെന്നും ലോസ് തൊട്ട് അത് നിർത്തി. പിന്നെ ഇപ്പോൾ കാണാറില്ല. ഏത് വെരിഫൈഡ് ബിയാൻഡിൽ ബേളെന്നൊക്കെ പണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ അത് നിർത്തി. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ആകെ കാണിക്കുന്ന പരിപാടിയാണ്. ഏത് രജിസ്റ്റേർഡ് RA, റിസർച്ച് അനലിസ്റ്റ്, സെബി രജിസ്റ്റേർഡ് RA എന്ന് പറഞ്ഞിട്ട് തള്ളി മറിച്ച് നാശാക്കലാണ്. ഭയങ്കര പരസ്യം വേള. അത് കഴിഞ്ഞു. അപ്പൊ രജിസ്റ്റേർഡ് RA മനസ്സിലായി. പിന്നെ മിസ്റ്റർ ബിലാൽ ബള്ളൊക്കെ അവസാനിച്ചു. ആ പഠിപ്പിക്കൽ മാത്രമായി. പിന്നെ നമ്മൾ മത്തായി പഠിപ്പിക്കാൻ അളഞ്ഞിറക്കലായി. അപ്പൊ ഇതാണ് അവസ്ഥ മാർക്കറ്റിൽ. അപ്പൊ ഈ വലിയ പുലികളൊക്കെ കിടന്ന് ബേളം വെക്കുന്നോടത്തിപ്പോ ഞാൻ തോറ്റുപോയിന്നോണ്ടെന്ന് കുഴപ്പം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരൊക്കെ ഹെവി പവർഫുൾ ആയിട്ടുള്ള ആളുകളാ. നമ്മൾ ശിശുവാ അല്ലേ? ഇവരൊക്കെ ഭയങ്കര സംഭവ. അവരൊക്കെ തോറ്റു. അവിടെ ഇപ്പൊ ഞാൻ തോറ്റു എന്നോട് എന്താ കുഴപ്പവും? ഒരു പ്രശ്നമുണ്ടാ? തോറ്റു എന്ന് പറയാനും ഒരു ചങ്കറുപ്പ് വേണ്ടേ? ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ തോറ്റു എന്ന് പറയാൻ. തോറ്റു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ ഒരു കമന്റ്സ് കണ്ടിരുന്നു. ഒരു പയ്യൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ലോങ് ടേം സ്വിങ്സ്. എന്തായാലും നിന്റെ ആ ഒരു വലിയ മനസ്സിന് സന്തോഷം, നന്ദി. എന്തായാലും ഞാൻ താങ്കളെ കൂടെ ഒരു മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാം. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എനിക്ക് പറ്റൂ ഇല്ലയോ എന്നുള്ളതൊന്ന് അറിയണ്ട, എങ്ങനെയുള്ള പോണെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാനത് ചെയ്യാം. കാരണം നമ്മൾ സംഗതി തോറ്റു, എന്നാലൊരു അവസാന വട്ടൊരു പിടിവള്ളി ഉണ്ടല്ലോ, ഇങ്ങനെ പിടി കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഐ എം ട്രൈയിങ് സ്റ്റിൽ. ദൈവം വലിയവനാണ്, വഴി കാണിച്ചു തരും അല്ലേ? അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ തോറ്റു. മാർക്കറ്റ് ആർക്കും ചെയ്യാൻ പറ്റണില്ല. ഒരു മാരിപ്പെട്ടവനൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് അവസാനിപ്പിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് നിർത്തി. വിക്സ് എത്രയാണ്? 10 പോയിന്റ് എന്നൊക്കെ പോയിട്ട് ഷിജുമോൻ്റെ ഇത് കണ്ടിരുന്നു. എനിക്കറിയില്ല, വിക്സ് ചെയ്യാൻ നോക്കാറില്ല. അപ്പോൾ ആ ഒരു സാധനം വെച്ച് കണ്ടിരുന്നു. അപ്പോൾ മാർക്കറ്റല്ലേ, എന്നിപ്പോൾ ജയിക്കാൻ പറ്റുമോ? ചില സമയം നമുക്ക് അനുകൂലമാവും, ചില സമയം നമുക്ക് പ്രതികൂലമാവും. എന്തെന്നെ ആയാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം അല്ലേ? അതാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ നേരെയാവില്ല എന്നൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ ബാക്കിയുള്ള പറയാം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ നോക്കിയപ്പോൾ വെറുതെ നമ്മൾ എയർ പിടിച്ചിട്ട് നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത് നല്ലതാണ്, തോറ്റു എന്ന് പറയില്ലേ? ഉള്ള കാര്യമായിട്ട് പറയില്ലേ അല്ലേ? ശരിയല്ലേ? അപ്പം അതുകൊണ്ടാണ് വളരെ ഓപ്പണായിട്ട് തോറ്റു എന്ന് പറയുന്നത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ നമ്മൾ എത്ര നാളിപ്പോൾ ഈ തള്ളി പോവുക? എനിക്കൊരു പരിധിയില്ലേ? അപ്പം അതാണ്. പിന്നെ നമ്മൾ തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. ഇവരൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മളൊരു മനസ്സമാനം.
അപ്പം പിന്നെ അവർ വിഷമിക്കുന്ന കാണണ്ടല്ലോ. അപ്പോൾ അവർ നമ്മളെന്താ പൊട്ടാത്തതെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനിവേ നമ്മൾ ഒരു 1-2 മാസം നോക്കട്ടെ, നോക്കിയിട്ട് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഗംഭീരമായിട്ട് പടയ്ക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് വേണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് എന്താ ചെയ്യാം നമ്മള് അല്ലേ? നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടാൽ നമ്മൾ വേറെ പണിക്ക് വേണം. അല്ലാണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ട്രേഡിങ് മാത്രമേ ചെയ്യാൻ പറ്റുമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. പിന്നെ വ്യവസായിച്ച് അതർ റവന്യൂ സോഴ്സും സ്ട്രീംസും ബിസിനസ്സുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടു. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവരടുത്ത് നമുക്ക് പറയാനുള്ളൊരു ഗംഭീര അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് റവന്യൂ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇതൊക്കെ എപ്പോഴും നിൽക്കേ. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ ലൈഫ് കളറാവും, അല്ലെങ്കിൽ പ്രശ്നമാണ്. ശരിയല്ലേ? അതാണ് നമ്മളുടെ നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ട്രേഡേഴ്സിന്. എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു വേറെ അതർ സോഴ്സ് ഓഫ് ഇൻകം വേണം, പിന്നെ ട്രേഡും വേണം. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോവും. ഒരെണ്ണം പൊട്ടിയാലും അപ്പുറത്തുനിന്ന് കാര്യങ്ങൾ നടന്നു പോകും.